നമുക്കിന്ന് ചേനയും മത്തങ്ങയും കൂടെ ഒരു എരിശ്ശേരി വെക്കാമേ. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചേന ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമുളകും എടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിന് വേകാൻ ആവശ്യമുള്ള വെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഈ സമയം ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ ചിലപ്പോൾ ചേന വേകാനായിട്ട് താമസിക്കും, പ്രത്യേകിച്ച് ഈ ഒരു സമയമാകുമ്പോൾ ചേനയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങ കുറച്ച് കഴിഞ്ഞിട്ടിട്ടാലും മതിയാവും, പക്ഷേ ഞാനിത് ഒരുമിച്ചാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറടച്ച് വേവിച്ചെടുക്കാം. ആ സമയം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തേങ്ങയും വെളുത്തുള്ളി, ഞാൻ ഒരു വെളുത്തുള്ളിയെ ചേർക്കുന്നുള്ളൂ, ഒരു അല്ലിയെ ചേർക്കുന്നുള്ളൂ, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഒരു 1/4 ടീസ്പൂൺ താഴെ കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് ഞാൻ ഉടച്ച് വെച്ചിരിക്കുകയാണ് എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിളക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് കറക്റ്റാണോ, ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് ചേർത്ത് കൊടുത്ത് പാകമാണോ എന്ന് നോക്കാം. കറി ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട, ചെറിയൊരു തിള വരുമ്പോഴത്തേനും നിർത്താം. ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് വറക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ചട്ടി വെച്ച് ചൂടായി, കടുകിട്ട് പൊട്ടി. ഇനി നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങ ചിരകിയതും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുന്നതിന് വരെ വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകട്ടെ. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. റെഡിയായ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ്.